ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ആദ്യം കണ്ട വീഡിയോ ദീപകിൻ്റെ അമ്മ പൊട്ടിക്കരയുന്നതാണ്. നിൽക്കാൻ കഴിയില്ല, നിന്റെ മുത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല, നമുക്ക് അറിഞ്ഞൂടെ. നിന്റെ കുട്ടീന്റെ മുഖമൊക്കെ മാറിപ്പോയല്ലോ. എന്തിനും ആവേശം ചെയ്തത്, എന്തിനും ആവേശം ചെയ്തത്, എന്തിനമ്മ ചെയ്തത്, എന്തിനു സ്വന്തം ചെയ്തത്. അമ്മ നിക്കണത് സമാധാനത്തിലാണ്. നിന്നെ കൊണ്ടുപോകണം മോനെ. അമ്മന്റെ കുട്ടി, അമ്മന്റെ കുട്ടി, അമ്മന്റെ കുട്ടി, അമ്മന്റെ കുട്ടി, അയ്യോ എന്റെ കുട്ടി പോ. എങ്ങനെ സഹിക്കുമൊരമ്മ? തൻ്റെ മകനൊരു കുറ്റവാളിയാണെങ്കിൽ ആ ഒരു കാരണം കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ സമാധാനിക്കായിരുന്നു. പക്ഷേ ഇവിടെ റീച്ചിനും ഫോളോവേഴ്സും കൂട്ടാൻ വേണ്ടി ഒരു പെണ്ണ് ചെയ്ത തോന്നിയ അവസരത്തിന് ബലിയായത് ഒരു പാവം മനുഷ്യൻ്റെ ജീവനാണ്. ഈ ഒരു പാവം കൊണ്ട് ഇനി എവിടെ തീർക്കും? ഈ ഒരു ശാപം കൊണ്ട് ഇനി എവിടെ തീർക്കും? ഇനി ചെയ്യേണ്ടത് സർക്കാരാണ്. എല്ലാ ബസ്സിലും, സർക്കാർ ബസ്സിലും, ടൂറിസ്റ്റ് ബസ്സിലും, സ്കൂൾ വാനിലും സ്ഥാപിക്കേണ്ടത് ക്യാമറയാണ് ഡ്രൈവറിൻ്റെ ബാക്കിൽ. അപ്പോൾ അറിയാൻ പറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന്. രണ്ടാമത്, എല്ലാ ബസ്സിലും ഒരു നോട്ടീസ് ഇടണം. റീച്ചിനും ഫോളോവേഴ്സിനും വേണ്ടി ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നവർക്ക് പ്രവേശനമില്ല എന്ന്. അതാണ് ചെയ്യേണ്ടത്. വേറെ ഒരു വഴി കാണുന്നില്ല. ഇവളിപ്പോൾ മുങ്ങിയെന്നാണ് പറയുന്നത്. ഇനി എവിടെ മുങ്ങിയാലും നിന്നെ കേരള പോലീസ് വെക്കും. നിനക്ക് FIR ഇട്ട് കഴിഞ്ഞതാണ്. ദീപക് എന്റെ മകനാണ്. ഞായറാഴ്ച രാവിലെ 8 മണിക്കാണ് ദീപക് മരണപ്പെട്ടത്. ഞാൻ വിളിച്ച സമയത്ത് മുറി തുറക്കാതിരുന്നപ്പോൾ ഞാൻ മുറി തള്ളി തുറന്നു നോക്കിയ സമയത്താണ് ദീപക് തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. എന്റെയും ഭർത്താവിന്റെയും കരച്ചിൽ കേട്ട് അടുത്ത വീട്ടിലെ ആളുകൾ വന്നു. സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് പോലീസ് വന്നു. FIR രജിസ്റ്റർ ചെയ്ത് SI ഇൻവെസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി തിരിച്ചു തന്നിട്ടുള്ളതും ഇന്നലെ രാത്രി സംസ്കാരം കഴിഞ്ഞിട്ടുള്ളതുമാണ്. ദീപക് സൂയിസൈഡ് ചെയ്തത് ഷിംജിത മുസ്തഫ എന്ന വടകര സ്വദേശിനി പോസ്റ്റ് ചെയ്ത വ്യാജ ലൈംഗിക അതിക്രമ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിൽ മനം നൊന്താണ്. ദീപക് മരണപ്പെടാൻ മറ്റു കാരണങ്ങളൊന്നുമില്ല. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിനെ പറ്റിയോ പ്രചരിക്കപ്പെട്ടതിനെ പറ്റിയോ ദീപക് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഈ വീഡിയോയുടെ കാര്യം ദീപകിന്റെ സുഹൃത്ത് അസ്ഗർ പറഞ്ഞാണ് അറിഞ്ഞത്. ദീപകിന്റെ ചേട്ടൻ സനീഷും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദീപക് മരണപ്പെട്ട ശേഷമാണ് വീഡിയോയുടെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത്. ഷിംജിത മുസ്തഫയാണ് എന്റെ മകന്റെ മരണത്തിന് കാരണം. ശരിയല്ലേ? ഇത് മറ്റുള്ളവർക്കൊരു പാടാണ്, ഒരുത്തൻ്റെ ജീവിതം വെച്ചിട്ട് കളിക്കുന്നതിന്. ഇത്ര നല്ല മനുഷ്യനെന്നറിയാം ഈ മരിച്ചത്, ആത്മഹത്യ ചെയ്തത്. മനം നൊന്ത് ചെയ്യാതെ തെറ്റിനെ വിചാരിച്ച് മറ്റുള്ളവരെ മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ആത്മഹത്യ ചെയ്ത്. ഇപ്പോൾ ഇവൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന പല നാറികളുണ്ട്. അതങ്ങനല്ലേ, സ്വന്തം തള്ളയെ തല്ലിയാലും 2 പക്ഷം പറയുന്ന ആളുകളുണ്ടാവും. ഏതായാലും ഇവൾക്ക് നല്ല ശിക്ഷ, മാക്സിമം ശിക്ഷ തന്നെ കൊടുക്കണം, മാതൃകാപരമായിട്ട്. മറ്റുള്ളവർക്ക് പാഠമായിരിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇവളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് നടന്നത്. എന്താ വെച്ചാൽ ദീപക് ആത്മഹത്യ ചെയ്യുന്ന ഒരിക്കലും ഒരു സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരവസ്ഥ വന്നെത്തിയത്.